വാദിയും പ്രതിയും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ BJP CPM ബാന്ധവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവ് കൂടിയാണത്. എന്താണ് പ്രോസിക്യൂഷൻ ചെയ്തത്? വാദി സർക്കാരായിരുന്നു. പ്രോസിക്യൂട്ടർ എന്താണ് വാദിച്ചത്? പ്രോസിക്യൂഷൻ്റെ നിലപാടെന്തായിരുന്നു? അതുകൊണ്ടാണ് ആ കേസ് വെറുതെ വിട്ടത്. വാദിയും പ്രതിയെ ഒന്നായ കോടതി എന്ത് ചെയ്യും? അതാണ് സ്ഥിതി. സംസ്ഥാനത്ത് ഉടനീളം ഒരു CPM BJP ബാന്ധവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിൻ്റെ നറേറ്റീവ്. സംഘപരിവാർ കേരളത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയിലൂടെ ഇപ്പോൾ സംഘപരിവാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 13-ാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങളിലെല്ലാം PR ഏജൻസിയുടെ കാര്യം വരികയാണ്. മലപ്പുറത്ത് 5 വർഷം ആയി നടത്തുന്ന കള്ളക്കടത്ത് പിടിച്ചതിൻ്റെ കണക്ക്, ഹവാല പിടിച്ചതിൻ്റെ കണക്ക്, മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ നോക്കുന്നത് ഈ ലോബിയാണ് എന്ന് പറയുന്ന ഒരു വർഷം. 21-ാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 5 കൊല്ലത്തെ കള്ളക്കടത്ത് കണക്ക് 3 കൊല്ലത്തെ കള്ളക്കടത്ത് കണക്കാക്കി. അതിനുശേഷം 29-ാം തീയതി PR ഏജൻസി വഴിയുള്ള ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂ, സെയിം സാധനം. ഈ 3 ഡ്രാഫ്റ്റും ഈ 3ഉം ഒരേ സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. സംഘപരിവാറിൻ്റെ അജണ്ടയാണ്, സംഘപരിവാറിൻ്റെ നെറേറ്റീവാണ്, കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നെറേറ്റീവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു കാര്യത്തിന് ഉത്തരവില്ലല്ലോ, ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. PR ഏജൻസിയെക്കുറിച്ചുള്ള ഉത്തരത്തിന് അവ്യക്തമായ മറുപടികളാണ് പറയുന്നത്. അന്ന് ആ PR ഏജൻസിക്കെതിരെ കേസെടുക്ക്. കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ എഴുതി കൊടുത്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ ഞങ്ങൾ വെല്ലുവിളിച്ചില്ലേ? മിണ്ടാട്ടമില്ലല്ലോ. തെറ്റായ കാര്യമാണ് അവർ ചെയ്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണ്ടേ? നിസ്സാര കാര്യമാണോ? സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഗുരുതരമായ, കേരളത്തെ വിഭജിക്കാൻ പോന്ന മുതലാണത് ആ പറഞ്ഞത്, അല്ലേ? അത് മുഖ്യമന്ത്രി അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ ഉറപ്പായി കൊടുക്കണ്ടേ? കേസ് കൊടുക്കണ്ടേ? സർക്കാർ ആവശ്യമായ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല. സർക്കാർ അത് BJPയെ സഹായിക്കുന്നതിന് ഇപ്പോൾ കുഴൽപ്പണ കേസിൽ എന്താ ചെയ്തത്? കുഴൽപ്പണ കേസിൽ അവരെ ഊരി വിട്ടില്ലേ? കംപ്ലീറ്റ് ആയിട്ട് അവരെ ഒഴിവാക്കി വിട്ടില്ലേ? പ്രധാനപ്പെട്ട കേസെടുക്കേണ്ടവരെ ഇത് പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുകയാണ്. ഇവരെ ഉപദ്രവിക്കില്ല, അവരെ ഉപദ്രവിക്കില്ല. ധാരണയാണ്. കുഴൽപ്പണ കേസ് മുതലൊക്കെയുള്ള ധാരണയാണ് എല്ലാ കേസിലും. ഇപ്പോൾ കരുവന്നൂർ ED എന്തൊരു ബഹളമായിരുന്നു. ഇപ്പോൾ ED എവിടെ പോയി? EDയുടെ അന്വേഷണം എവിടെ പോയി? SFIയുടെ അന്വേഷണം എവിടെ പോയി? ഒരു അന്വേഷണമില്ല. ഇതെല്ലാം അവർ തമ്മിൽ ധാരണയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ്. PR ഇല്ലെങ്കിൽ എന്തിനാണ് ഹിന്ദു പത്രം PR ഏജൻസി വഴിയാണ് മുഖ്യമന്ത്രി അവരുടെ ഇൻ്റർവ്യൂവിന് സമീപിച്ചതെന്ന് അവർ വിശദീകരണ കുറിപ്പ് കൊടുത്തത്? അങ്ങനെ ഒരു PR ഇല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്തത്? അവർക്കെതിരെ കേസെടുക്കണ്ടേ? ഗുരുതരമായ കാര്യമല്ലേ? ഇപ്പം ഞാനൊരാൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, വഴി കൂടി പോണ ഒരാൾ ഞാൻ പറയാത്ത കാര്യം നിങ്ങൾക്ക് ഞാൻ ഇൻ്റർവ്യൂ തരുമ്പോൾ എഴുതി തന്നാൽ നിങ്ങളിടുമോ? നിങ്ങളിട്ട് എന്തുകൊണ്ടാണ്? ഞാൻ ഏൽപ്പിച്ച ഏജൻസിയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളിടും. അല്ലെങ്കിൽ വഴി കൂടി പോണ തന്നൊരാൾ VD സതീശൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ഇതും കൂടി വെച്ചോളാൻ പറഞ്ഞ് കൊടുത്താൽ കൊടുക്കുമോ? ഇപ്പം മുഖ്യമന്ത്രി അറിയാത്ത ഒരാളല്ല ഇത് എഴുതി കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി അറിവുള്ള ഏജൻസി തന്നെയാണ്. ആ ഏജൻസിയാണ് 13-ാം തീയതി എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ വാർത്ത എത്തിച്ചത്. അവർ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്താനുള്ള മെറ്റീരിയൽ കൊടുത്തത്. അവർ തന്നെയാണ് ഹിന്ദു ഇൻ്റർവ്യൂവിൽ ഈ സാധനം കയറ്റിയത്. ഇതൊറ്റ നെറേറ്റീവാണ്. ഇത് സംഘപരിവാർ കേരളത്തെക്കുറിച്ച് കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന് അപമാനകരമായ സാധനമാണ്.